നമസ്തേ. ആഗസ്റ്റ് 19 എനിക്കുണ്ടായ ഒരു റോഡ് അപകടത്തിൻ്റെ യഥാർത്ഥ ചിത്രവും അതിനോടനുബന്ധിച്ചുള്ള ഒരു അഭ്യർത്ഥനയും ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ഈ വീഡിയോ. ആഗസ്റ്റ് 19 ഏകദേശം ഉച്ചയ്ക്ക് 1:30 KSFE ഏറ്റുമാനൂർ സെക്കൻഡ് ബ്രാഞ്ചിൽ നിന്നും ചിട്ടി ലേലത്തിൽ പങ്കുകൊണ്ട് പുറത്തു വന്ന ഞാൻ എൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയും അതിലുപരി ഞങ്ങളുടെ കരയോഗത്തിൻ്റെ എല്ലാമായ ഗോപാൽജിയെ അടുത്തുള്ള HDFCയുടെ ഓഫീസിൽ കണ്ടതിനാൽ കുശലാന്വേഷണം നടത്തുകയും അദ്ദേഹത്തെ തവളക്കുഴിയിൽ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുപോവുകയും അവിടെ എത്തിയ ശേഷം വാഹനം IOBയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ എൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടത്തുകയും അതിനുശേഷം അവിടുത്തെ മാനേജരോടും അസിസ്റ്റന്റ് മാനേജരോടും ഒപ്പം ഉച്ചസമയത്തും എന്നെ സഹായിച്ച അവിടുത്തെ സ്റ്റാഫ് നടേശൻ സാറിനോടും നന്ദി പറഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ ഗോപാൽജി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞ് വീണ്ടും വാഹനത്തിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ അദ്ദേഹം കാൽനടയായി പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് പോകുകയും അതിനെ തുടർന്ന് എൻ്റെ വാഹനത്തിൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ചെക്ക് ചെയ്ത ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു വളരെ വ്യക്തമായ റോഡ് ക്ലിയറൻസ് നിരീക്ഷിച്ചതിന് ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് തൊട്ടടുത്തുള്ള സീബ്ര ലൈനും കൺസിഡർ ചെയ്ത് റൈറ്റ് ടേൺ എടുക്കുന്നതിനിടയിൽ എൻ്റെ വാഹനത്തിൻ്റെ റൈറ്റ് മിറർ വ്യൂവിലും മിഡിൽ മിറർ വ്യൂവിലും ബ്ലൈൻഡ് സ്പോട്ടിലും കാണാത്ത എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഒരു ലിമിറ്റഡ് പ്രൈവറ്റ് ബസ് അമിത വേഗത്തിൽ എൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അമേസ് കാറിൽ ഇടിക്കുകയും വാഹനത്തിനും എനിക്കും സാരമായ പരിക്കു പറ്റുകയും ചെയ്തു. 13 വിദേശ രാജ്യങ്ങളിലും ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിലും 3 വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ടെനുവർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ന്യൂഡൽഹിയിൽ PA2 DGQ ആയും ജോലി ചെയ്ത എന്നിലെ പൗരത്വ ബോധവും ഉത്തരവാദിത്വ ബോധവും എൻ്റെ വാഹനം എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സ് ഉള്ളതിനാലും തൊട്ടടുത്തുള്ള സേഫ് ഏരിയയിൽ പാർക്ക് ചെയ്ത് റോഡിലെ ക്രൗഡ് സീൻ ഒഴിവാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതാക്കി കൊടുക്കാനും എൻ്റെ ബോധമനസ് ആ അവസരത്തിലും എന്നെ പ്രേരിപ്പിച്ചു. തൊട്ടുപുറകെ ഓടിയെത്തിയ ദൈവതുല്യനായ തവളക്കുഴി ഓട്ടോ സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറും അവിടെ കൂടിയ ജനവും വളരെ വേഗത്തിൽ ഒത്തുചേർന്ന് എന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ച് അത്ഭുതകരമായി മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. 14 സ്റ്റിച്ചസ് എൻ്റെ റൈറ്റ് ലാറ്ററൽ ഓർബിറ്റൽ മാർജിൻ ഓഫ് എക്സ്റ്റൻഡിങ്സ് ടു സൈഗോഗാമ ചെയ്യുകയും സാരമായ കേടുകൾ സംഭവിച്ച എൻ്റെ പല്ലുകളുടെ തുടർ ചികിത്സകൾ കാരിത്താസിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കരുണയും സ്നേഹവും സഹായവും എന്തെന്ന് തെളിയിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറും ഒപ്പം നിന്ന എൻ്റെ എല്ലാ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് ഉണ്ണിമാഷിനോടും ജയകുമാറേട്ടനോടും ശ്രീയോടും PNSനോടും മുരളിയേട്ടനോടും രാജൻ മാഷിനോടും സതീച്ചേച്ചിയോടും ഒപ്പം ആരാധ്യയായ ഞങ്ങളുടെ കൗൺസിലർ ഉഷ സുരേഷിനോടും ബഹുമാന്യരായ എല്ലാ കരയോഗ ഭാരവാഹികളോടും ജോർജ് ഏട്ടൻ്റെ നേതൃത്വത്തിലുള്ള മനക്കപ്പാടം റെസിഡൻസ് അസോസിയേഷൻ മെമ്പേഴ്സിനോടും ലയൺസ് ക്ലബ് അതിരമ്പുഴയിലെ എല്ലാ മെമ്പേഴ്സിനോടും കാരിത്താസ് ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും പോലീസ് സേനയിലെ നല്ലവരായ ഉദ്യോഗസ്ഥരോടും എൻ്റെ ബന്ധുമിത്രാദികളോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കരുണാമയനായ ഏറ്റുമാനൂരപ്പനെ പ്രത്യേകം മനസ്സിൽ ഓർത്തുകൊണ്ട് ചില പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദയവായി എല്ലാവരും ട്രാഫിക് റൂൾസ് പാലിക്കുക. സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കുക. ഓവർ സ്പീഡ് അരുത്.
കാൽനടക്കാരെയും ചെറിയ വാഹന യാത്രക്കാരെയും കരുതലിലെടുക്കുക. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പാക്കുക. അരുതേ, ഓർക്കുക, അരുതേ തെറ്റായ പ്രചാരണങ്ങൾ, കാണാത്ത കാഴ്ചകൾ, എസ്പെഷ്യലി ലോക്കൽ മീഡിയാസും വ്യക്തികളും. നാളെ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ആകാം. നിങ്ങളുടെ മകനാകാം, മകളാകാം, നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം. ഓർക്കുക, ദൈവം വലിയവനാണ്. Remember that no one realizes the misfortune of another without tasting trouble. ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് നൂറുകണക്കിന് കേരളക്കാരായ ചെറുപ്പക്കാരെ, അതിലുപരി ഏറ്റുമാനൂർ നിവാസികളെ അവരുടെ കുടുംബം ഭദ്രതയിലെത്തിക്കാൻ എൻ്റെ ഈ കരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും കൂട്ടി വായിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന നാളുകളിൽ എന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി ഗുരുവായൂരിലെ സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തതും. ഫൈനലി എനിക്ക് ആരോടും ഒരു പരാതിയോ പരിഭവമോ പിണക്കമോ ഇല്ല. കാരണം ഭഗവത്ഗീത നമ്മോട് പറയുന്നുണ്ട്, സംഭവാമി യുഗേ യുഗേ. ഞാൻ എന്തെങ്കിലും തെറ്റാരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹൽ വാക്യമുണ്ട് എൻ്റെ മനസ്സിൽ, ലോക സമസ്ത സുഖിനോ ഭവന്തു. നിർത്തട്ടെ. താങ്ക് യു ഓൾ.